നമസ്കാരം സാർ. നമസ്കാരം. അപ്പോൾ കുറേ പാരഡികൾ എഴുതിയിട്ടുണ്ട്, അതെല്ലാം വൻ ഹിറ്റായി. അതിലൊരു പാരഡിയെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ചോദിക്കാൻ പോകുന്നത്. ഗോവിന്ദൻ അമ്മ ആവ AKG സെന്ററിൽ എന്തുണ്ട്. അപ്പൊ ഇത് എന്തിനുദ്ദേശിച്ചാണ്? അതായത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ 10 വർഷമായിട്ട് ആരാ ഭരിക്കുന്നത്? പിണറായി വിജയനാണ് ഭരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ എന്തൊക്കെ ആരോപണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? നയതന്ത്ര സ്വർണ്ണക്കള്ളക്കടത്ത്. ഈ നയതന്ത്ര സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ആദ്യം അത് ആരോപണം ഉന്നയിച്ചത് ആരാണ്? BJP നേതാവ് K. സുരേന്ദ്രനാണ്. പിന്നീട് അത് നരേന്ദ്രമോദിയും അമിത്ഷായും ഇവിടെ വന്ന് പ്രസംഗിച്ചു. പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കള്ളക്കടത്തിന്റെ വേദിയാണെന്നുള്ളത്. സ്വപ്ന സുരേഷ് തന്നെ പറഞ്ഞു, പിണറായി വിജയൻ ബിരിയാണി ചെമ്പിലൂടെ, നയതന്ത്ര പാക്കേജിലൂടെ ബിരിയാണി ചെമ്പിലൂടെ ബിരിയാണി കൊണ്ടുവന്ന പേരിൽ കൊണ്ടുവന്നത് സ്വർണമാണ്. അങ്ങനെ 33 തവണ സ്വർണം കടത്തിയിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ കള്ളക്കടത്താണ് പിണറായി വിജയൻ നേരിട്ട് നടത്തിയിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ശിവശങ്കർ എന്ന് പറയുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിയെയും അതേപോലെ ഇതിനു വേണ്ടിയിട്ട് പിണറായി വിജയൻ ഇവിടെ എത്തിച്ച് ഗവൺമെന്റ് ജോലിയിൽ പിണറായി വിജയന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ജോലിക്ക് എത്തിയ സ്വപ്ന സുരേഷിനെയും ഉപയോഗിച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തിയത്. ആർക്ക് വേണ്ടിയിട്ടാണ് നടത്തിയത്? പിണറായി വിജയന് വേണ്ടിയിട്ടാണ്. ഈ സംഭവത്തിൽ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്നേ വരെ നടപടി എടുക്കാത്ത എന്താണ്? കേന്ദ്ര ഗവൺമെന്റ് BJP ഇവിടെ കോൺഗ്രസ് മുക്ത ഭാരതം, ഇവിടെ പിണറായി വിജയൻ നിൽക്കുന്നിടത്തോളം കോൺഗ്രസ് അധികാരത്തിൽ വരില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവർ തമ്മിൽ ധാരണയാണ്. അതിലാണ് നമ്മൾ ചോദിച്ചത്, ഗോവിന്ദൻ അമ്മ ആവ AKG സെന്ററിൽ എന്തുണ്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ഏത് പാട്ടിന്റെ പാരഡിയാണ്? അമ്പിളി അമ്മാവ താമര കുമ്പളിൽ എന്തുകൊണ്ട് എന്നെ പാരഡി ആയിട്ടാണ് നമ്മളിത് എഴുതിയിട്ടുള്ളത്, ഞാൻ എഴുതിയിട്ടുള്ളത്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടില് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി കെട്ടിപ്പടുത്ത ഒരു സംഭവമാണ് KPSC നാടക സംഘം. അവരെഴുതിയ ഹിറ്റ് ഗാനങ്ങളിൽ ഒന്നാണ് അമ്പിളി അമ്മാവ താമരക്കുമ്പളി. ഇതേപോലെ ഇപ്പോൾ അത് മാറി. ഈ CPM എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇപ്പോൾ അപജയം സംഭവിച്ച് ബൂർഷാ കുത്തക മുതലാളിമാരെ പോലെയുള്ള പാവപ്പെട്ട തൊഴിലാളികൾക്കും പീഡിതവർഗർക്കും വേണ്ടിയിട്ടായിരുന്നു ഈ സംഭവം ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ആ സംഭവമൊക്കെ മാറി ഇപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ്? പിണറായി വിജയൻ കോടീശ്വരനായി, കോടാനുകോടി രൂപ അദ്ദേഹത്തിന് വിദേശത്തുണ്ട്. അദ്ദേഹത്തിന് 10,000 കോടി രൂപയുടെ രേഖകൾ, വിദേശത്തുള്ള രേഖകൾ എൻ്റെ കൈവശത്തുനിന്ന് തട്ടിയെടുത്തുകൊണ്ടായി പോലീസിനെ ഉപയോഗിച്ചിട്ട് കള്ളക്കേസ് കുടുക്കി തന്നെ ഓഫീസും വീടൊക്കെ റെയ്ഡ് നടത്തിയിട്ട്. അപ്പൊ അതിനെ ആസ്പദമാക്കിയിട്ടാണ് നമുക്ക് ആ ഭാഗം ഒന്ന് കേൾപ്പിക്കാം. ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട്? ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട്? കൊമ്പിട്ടിരിപ്പാണോ തല താഴ്ത്തി കുത്തിയിരിപ്പാണോ? കുമ്പിട്ടിരിപ്പാണോ തല താഴ്ത്തി കുത്തിയിരിപ്പാണോ? ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട്? ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട്? കേട്ടല്ലോ. അപ്പൊ ആ ഭാഗത്തിൽ വളരെ കൃത്യമായി പറയുന്നത് ഇതാണ്. എന്താണ് അവിടെ പരിപാടി? ഈ BJPയുമായിട്ടുള്ള ധാരണ പ്രകാരം നിങ്ങൾ സീറ്റുകൾ എത്ര അഡ്ജസ്റ്റ്മെന്റ് നടത്തി എന്ന് പറയുന്ന ഒരു കാര്യത്തെ പരിഹസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. CPM എന്ന് പറയുന്ന കേരളത്തിന്റെ പാവപ്പെട്ടവർക്കും പീഡിതവർഗക്കാർക്കും വേണ്ടി ഉണ്ടാക്കിയപ്പെട്ട സംഘടന, അല്ലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഇവരുടെ BJPയുടെ തടവറയിലാണെന്നും അവരുമായി ധാരണയിലാണെന്നും എന്ന് പറയുന്നത് കൃത്യമായി ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാട്ടിനെയും ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ കൃത്യമായി ഓരോ വരികളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ചിറ്റപ്പൻ കൂടെയുണ്ടോ? ക്യാപ്റ്റൻ അങ്ങ് ജയിലിനകത്താണോ? ചിറ്റപ്പൻ കൂടെയുണ്ടോന്ന് വെച്ചാല് ചിറ്റപ്പൻ എന്ന് പറയുന്നത് ആരാണ്? EP ജയരാജനാണ്. EP ജയരാജൻ നേരത്തെ വ്യവസായ മന്ത്രിയായിരുന്നു. പിന്നീട് ഇടതുപക്ഷ മുന്നണി കൺവീനറൊക്കെ ആയി. പക്ഷെ അദ്ദേഹത്തെ വെട്ടിമാറ്റി. ഇപ്പം എന്താ വെട്ടിമാറ്റിയിട്ട് എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ഉണ്ടായിരുന്നു, വെട്ടിമാറ്റി. പിന്നീട് അദ്ദേഹത്തിന് അടുത്ത തവണ മത്സരിക്കാൻ സ്ഥാനം കൊടുത്തില്ല. മട്ടന്നൂരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥലമായിരുന്നു. അവിടെ ശൈലജ ടീച്ചർ കൊടുത്തു. അപ്പൊ ഈ ആളെ സീറ്റ് കൊടുക്കാതിരുന്നത് എന്താണെന്ന് അറിയാമോ? അദ്ദേഹം കഴിഞ്ഞ തവണ ഈ കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ 2016 അമേരിക്കയിൽ പോയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? കരിമണൽ കർത്തയോട് പറഞ്ഞു, അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ് ആര്? പിണറായി ഇങ്ങോട്ട് വരില്ല, ചികിത്സയിലാണ്,
അദ്ദേഹത്തിന് വേണ്ടി 25 കോടി വേണം എന്നിട്ട് അങ്ങനെ പറഞ്ഞ് മേടിച്ചു. അപ്പം അങ്ങനെ 10,000 കോടികൾ മേടിച്ചു എന്നുള്ളത് വേറെ പ്രശ്നം. ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ഈ കരിമണൽ കർത്ത പറഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ട മെറ്റീരിയൽ കിട്ടണമെങ്കിൽ പിണറായി വിജയന്റെ കാല് പിടിച്ചാലേ നടക്കുള്ളൂ. അപ്പം പിണറായി വിജയൻ അദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് പിന്നെ പൈസ പിടി. അത് എങ്ങനെയാണ് മനസ്സിലായത്? ഈ ഇ.പി. ജയരാജൻ എന്ന് പറയുന്ന ചിറ്റപ്പൻ, എല്ലാവരും പറയും ചിറ്റപ്പൻ, കരിമണൽ കർത്ത 25 കോടി മേടിച്ച് പിണറായി വിജയൻ തിരിച്ചു വന്നപ്പം കരിമണൽ കർത്ത വിളിച്ചു പറഞ്ഞു, ഞാൻ 25 കോടി കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് അറിയുന്നത്. അപ്പം മനസ്സിലായി ഇവിടുന്ന് പൈസ കിട്ടാനുള്ള സ്രോതസ്സാണ്. അപ്പം പിന്നെ കരിമണൽ കർത്തേനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കിട്ടാവുന്ന പൈസ അടിച്ചെടുക്കുക എന്ന പരിപാടിയായിരുന്നു. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് അന്ന് അദ്ദേഹം പറഞ്ഞത്, ഈ ചിറ്റപ്പൻ പറഞ്ഞത്, ഇനി പിണറായി വരില്ല, ഞാനാണ് മുഖ്യമന്ത്രി എന്നാണ്. അപ്പൊ പിണറായി വിജയൻ ചെയ്ത് അറിഞ്ഞിട്ട് ചിറ്റപ്പനെ അങ്ങ് വെട്ടി. പിന്നെ MLA സ്ഥാനവുമില്ല, മന്ത്രിസ്ഥാനവുമില്ല, 2021 ഇലക്ഷന് എടുത്തുമില്ല. അപ്പോൾ ചിറ്റപ്പൻ കൂടെ ഉണ്ടോ? ആർക്ക്? ഗോവിന്ദൻ അമ്മാവനെ കൂടെ ഉണ്ടോന്നാണ് ചോദിച്ചത്. രണ്ടാമത് പറഞ്ഞ എന്താ? പിന്നെ ക്യാപ്റ്റൻ ജയിലിനകത്താണ്. എന്താണ് ജയിലിനകത്താണ്? ഈ കാര്യങ്ങൾ കൊണ്ട് ജയിലിലാണോ? അതോടൊപ്പം നമ്മുടെ ശബരിമലയിൽ നടന്ന കൊള്ള അതിൽ അകത്തായോ എന്നാണ് പരിഹാസപൂർവ്വം ചോദിച്ചിട്ടുള്ളത്. ആ ഭാഗം കേട്ടല്ലോ, ആ ഭാഗം ഒന്ന് കേൾക്കാം. ചിറ്റപ്പൻ കൂടെയുണ്ടോ? ക്യാപ്റ്റൻ അങ്ങ് ജയിലിനകത്താണോ? ചിറ്റപ്പൻ കൂടെയുണ്ടോ? ക്യാപ്റ്റൻ അങ്ങ് ജയിലിനകത്താണോ? അമ്പലക്കള്ളന്മാരെ കാണാനായി ജയിലിനകത്താണോ? അമ്പലക്കള്ളന്മാരെ കാണാനായി ജയിലിനകത്താണോ? കുമ്പിട്ട് ഇരിപ്പാണോ, തല താഴ്ത്തി കുത്തിയിരിപ്പാണോ? ഒരു അവസ്ഥ. അതായത് നമുക്ക് ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്തു നോക്കുമ്പോൾ ഇപ്പം എന്താണ് ഇലക്ഷനിൽ ഉണ്ടായിട്ടുള്ളത്? ഇലക്ഷനിൽ സ്വന്തം ഭാര്യനെയാണ് സ്ഥാനാർത്ഥിയാക്കി വെച്ചത്. ഇത്തരം കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് BJP ധാരണ ഉണ്ടാക്കിയിട്ടുള്ള പിണറായി പരസ്പര ധാരണയാണ് ഇവർക്ക്. ഇതിന്റെ പേരിൽ ഇയാൾ അകത്താവും എന്നുള്ള പേടിയില്ലേ? ഈ പല കേസും ഉണ്ടല്ലോ, സ്വർണ്ണക്കള്ളക്കടത്തുണ്ട്, ഡോളർ കടത്തുണ്ട്, ലൈഫ് മിഷൻ തട്ടിപ്പുണ്ട്, പിന്നെ കരിമണത്തുണ്ട്, ലാവ്ലിൻ കേസ്. ഇതിലൊക്കെ അകത്താവാതിരിക്കാൻ വേണ്ടി ധാരണയാണ് ആരായിട്ട്? BJP ആയിട്ട്. അപ്പൊ ഇതിനൊക്കെ തല കുമ്പിട്ട് നിൽക്കുകയാണ്. ഇതിന് ഉത്തരം പറയാൻ പറ്റാതെ ആര്? നമ്മുടെ ഗോവിന്ദൻ. അത് മാത്രമല്ല ഭാര്യനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ്. ഇതിലപ്പുറം നാണക്കേടുണ്ടോ? അവിടെ നേരത്തെ ഒരു ധാരണ ഉണ്ടായിരുന്നു. ഇ.പി. ജയരാജന് ആ സീറ്റ് കൊടുത്ത് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആകുമ്പോൾ മത്സരിക്കില്ല, അദ്ദേഹം രാജിവെച്ചിട്ട് അദ്ദേഹത്തിന് കൊടുക്കുന്ന പറഞ്ഞു. അത് കൊടുത്തതുമില്ല. ഒക്കെ പറ്റിപ്പാണ്. മനസ്സിലായോ? ഇതാണ് കാര്യം ഉദ്ദേശിച്ചത്. പിന്നെ ജയിലിൽ നിന്ന് പോന്നിടുമ്പോൾ ഇത് കൂടി വന്നിട്ട് കൊണ്ടിടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. വീണ മകൾക്കായി ലാവ്ലിൻ കേസിനായി. അതായത് പിന്നെ വീണ മോൾക്ക് വേണ്ടിയിട്ടാണ് ഈ പിണറായി വിജയൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. സ്വർണ്ണക്കൊള്ള, ഡോളർ കടത്ത്, കോടാനുകോടി രൂപയുടെ, ഏറ്റവും ചുരുങ്ങിയ 1 ലക്ഷം കോടി രൂപയുടെ അവിഹിത സമ്പാദ്യം പിണറായി വിജയൻ ഉണ്ടെന്നാണ് കരുതുന്നത്. അപ്പം വീണ മോള് പറയുന്ന മാതിരിയാണ് ദാവ്. വീണ മോള് ആവശ്യം എന്താ? ഇത് മാത്രമല്ല, മുഖ്യമന്ത്രി സ്ഥാനം കൂടെ ഇറങ്ങി എൻ്റെ ഭർത്താവിനെ അവിടെ മുഖ്യമന്ത്രി ആക്കണമെന്ന് കൂടിയാണ് അത് ആരാവശ്യം? വീണയ്ക്ക് ആവശ്യം. പിണറായി 81 വയസ്സായി, ഇനി അച്ഛൻ എന്തിനാ അവിടെ കയറിയിരിക്കുന്നത്? എൻ്റെ ഭർത്താവ് കയറിയിരിക്കട്ടെ എന്നാണ് വീണ. അതായത് ഇപ്പൊ അച്ഛനും അമ്മയും കൂടെയാണ് മുഖ്യമന്ത്രി ലോകം മുഴുവൻ ചുറ്റിയിരിക്കുന്നത്. അതിന്റെ സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട്. അത് പോരാ, എനിക്ക് മുഖ്യമന്ത്രിയായിട്ട് തന്നെ, മുഖ്യമന്ത്രിയും ഭാര്യയായിട്ട് തന്നെ നടക്കണം എന്നാണ് വീണേന്റെ ആവശ്യം. അതായത് മോള് പറയുന്ന അച്ഛനോട് മാറിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. മോൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന അച്ഛനാണ്. ലോകത്തിൽ അങ്ങനെ ഒരു അച്ഛനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം കേട്ടോ. കാരണം എന്തും ഉണ്ടാക്കി കൊടുക്കല്ലേ. അമ്പിളിയമ്മനെ പിടിച്ചെടുക്കാറിനെ പോലും പിടിച്ചെടുക്കുന്ന ഒരു അച്ഛനെ കിട്ടാന്ന് പറഞ്ഞാൽ അതിവിടെ അതിലപ്പുറം എവിടെ കിട്ടും അച്ഛനെ? ഇങ്ങനത്തെ ഒരു തട്ടിപ്പുകാരനായ അച്ഛൻ ലോകത്തിൽ എവിടെ ഉണ്ടായിട്ടുണ്ടോ? കൊള്ളക്കാരനായിട്ട്. അപ്പം വേറൊരു കാര്യമുണ്ട്, മോളെയും കൊള്ളക്കാരിയാക്കി. ലാവ്ലിൻ കേസിൽ അല്ല, കരിമണൽ കേസിൽ 1,76,00,000 രൂപ അവരെ അക്കൗണ്ടിലേക്ക് വന്നതോടെ അവര് പ്രതിയാണ്. ഓക്കെ, അതാണ് അടുത്ത ഭാഗം കൂടെ. ആ ഭാഗം കൂടെ കേൾപ്പിക്കാം. ജയിലിന്ന് പോരുമ്പോ ഇരുമൂടി കണ്ടിട്ട് പോന്നിടുമോ? വീണ മകൾക്കു വേണ്ടി സ്വയമൊന്നു ലാവ്ലിൻ കേസിനായി. ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട്? പേടിച്ചിരിപ്പാണോ? ഈടിയെ പേടിച്ചിരിപ്പാണോ? ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട്? മുങ്ങുന്ന കപ്പലിന്റെ കപ്പിത്താനായി ഇരിക്കുകയാണോ? അത് എന്താ ഉദ്ദേശിക്കുന്നത്? നീ ഏതാ കപ്പല് മുങ്ങാത്ത? കപ്പൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ആര് പറഞ്ഞാണ്? നമ്മളെ വീണ ജോർജ് പറഞ്ഞാണ്. നമ്മുടെ മുങ്ങില്ല സർ ഈ കപ്പൽ. അതിന് കാരണം ഇതിന്റെ കപ്പിത്താൻ ആരാണ്? പിണറായി വിജയനാണ്. ആ പിണറായി വിജയൻ കപ്പിത്താനായിരിക്കുന്നിടത്തോളം ഈ കപ്പൽ മുങ്ങില്ല എന്ന് പിണറായി വിജയനെ കുറിച്ചിട്ട് നേരത്തെ വീണ ജോർജ് പറഞ്ഞിട്ടുള്ളതാണ്.
അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഭാഗ്യം പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതാണ് ആ പാട്ടിന് ആസ്പദമായിട്ടുള്ള ഇവിടെ നടന്നിട്ടുള്ള സംഭവങ്ങൾ. അതായത് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഭരിക്കാൻ വന്നിട്ട് ഇവിടെ കൊള്ളയും തട്ടിപ്പും വെട്ടിപ്പും മാത്രമായിരുന്നു. അവസാന സ്വർണ്ണ കൊള്ളയും ശബരിമലയിൽ നടന്നു എന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ പേരിൽ അവിടെ BJP ആയിട്ട് ധാരണ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും പിണറായി വിജയനെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള കാര്യമാണ് ഈ പാട്ടിലുള്ളത് യഥാർത്ഥത്തിൽ. നമുക്ക് എന്തായാലും ആ പാട്ട് പൂർണ്ണമായി ഒന്നുകൂടി കേൾക്കാം. ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട്? ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട്? കൊമ്പിട്ടിരിപ്പാണോ തല താഴ്ത്തി കുത്തിയിരിപ്പാണോ? കുമ്പിട്ടിരിപ്പാണോ തല താഴ്ത്തി കുത്തിയിരിപ്പാണോ? ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട്? ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട്? ചിറ്റപ്പൻ കൂടെയുണ്ടോ? ക്യാപ്റ്റൻ അങ്ങ് ജയിലിനകത്താണോ? ചിറ്റപ്പൻ കൂടെയുണ്ടോ? ക്യാപ്റ്റൻ അങ്ങ് ജയിലിനകത്താണോ? അമ്പലക്കള്ളന്മാരെ കാണാനായി ജയിലിനകത്താണോ? അമ്പലക്കള്ളന്മാരെ കാണാനായി ജയിലിനകത്താണോ? ജയിലിന്ന് പോരുമ്പോ ഇരുമൂടി കണ്ടിട്ട് പോന്നിടുമോ? വീണ മകൾക്കു വേണ്ടി സ്വയമൊന്നു ലാവിലിൻ കേസിനായി. ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട്? പേടിച്ചിരിപ്പാണോ? ഈടിയെ പേടിച്ചിരിപ്പാണോ? ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട്? ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട്? താമരപ്പൂവിരിക്കാൻ അമ്മാവൻ സീറ്റെത്ര വിട്ടു നൽകും? താമരപ്പൂവിരിക്കാൻ അമ്മാവൻ സീറ്റെത്ര വിട്ടു നൽകും? മോഡി ഷായുമായി കേസൊതുക്കാൻ സീറ്റെത്ര ധാരണയായി? മോഡി ഷായുമായി കേസൊതുക്കാൻ സീറ്റെത്ര ധാരണയായി? വാസുനെ ഘടകത്തെ മൊറ്റരുതെന്നോർത്തു പറഞ്ഞിടുമോ? പാർട്ടിക്ക് തന്നതൊന്നും പറയരുതെന്നു പറഞ്ഞിടുമോ? ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട്? ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട്? പേടിച്ചിരിപ്പാണോ? കോഴിഞ്ഞെല്ലാം പോണത് കണ്ട് കണ്ട്. ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട്? പോറ്റിയമ്മ പ്രേംകുമാറും പോയത് കഷ്ടമായേ. ഐഷ പോറ്റിയമ്മ പ്രേംകുമാറും പോയത് കഷ്ടമായേ. 25 സെന്റിൽ ജോസിനെ കെട്ടിത്തളച്ചതാണോ? 25 സെന്റിൽ ജോസിനെ കെട്ടിത്തളച്ചതാണോ? അയ്യപ്പ കോപത്താൽ CPM-ൽ കോട്ടക്കൊഴിച്ചിലാണേ. മുങ്ങുന്ന കപ്പലിന്റെ ക്യാപ്റ്റനായി ഒറ്റയ്ക്കിരിക്കയാണോ? ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട്? വാങ്ങിയിരിപ്പാണോ കണ്ണൂർക്കൊരു വൺ വേ ടിക്കറ്റ്? വാങ്ങിയിരിപ്പാണോ കണ്ണൂർക്കൊരു വൺ വേ ടിക്കറ്റ്? ഗോവിന്ദനമ്മാവ AKG സെന്ററിൽ എന്തുണ്ട്?